ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ മോഡലാണ്. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 2 വർഷമായി. ഈ 2 വർഷത്തിന് ശേഷം എൻ്റെ സർവീസിൻ്റെ കോസ്റ്റും എന്തൊക്കെ പോരായ്മകളുണ്ട്, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കൂട്ടുകാരെ. ഞാൻ ഈ വണ്ടി എടുക്കുന്നത് ഏകദേശം 2 വർഷം മുമ്പാണ്. ഈ വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞാൽ ചെസ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന കളറാണ്. ഈ ചെസ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന കളർ ഞാൻ എടുക്കാൻ കാരണം നമ്മൾ കൂടുതലും ഈ സമയത്ത് ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്ക് ഈ വണ്ടിയുടെ കളർ ബ്ലാക്ക് ആയിട്ട് നമുക്ക് തോന്നിക്കും. അതാണ് ചെസ്നട്ട് ബ്രൗണിന്റെ വേറെ പ്രത്യേകത. പിന്നെ ഈ വണ്ടിക്ക് ചെറിയ കുറച്ച് പോരായ്മകളുണ്ട്. അത് വേണേൽ തുടക്കത്തിലേ അങ്ങ് പറഞ്ഞേക്കാം. ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ മോഡൽ വണ്ടിയാണ്. അപ്പം ഡെൽറ്റ മോഡൽ വണ്ടി എടുത്താലും സിഗ്മ മോഡൽ വണ്ടി എടുത്താലും ഇതിന്റെ വണ്ടിയുടെ ഹാലജൻ വന്നിട്ട് LED DRL വരത്തില്ല, സാധാ ഹാലജൻ ബൾബാണ് വരുന്നത്. ഈ ഹാലജൻ ബൾബിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് തീരെ വണ്ടിക്ക് വെട്ടക്കുറവാണ്. ഞാനത് കുറേ പ്രാവശ്യം എനിക്കൊരു വല്ലാത്തൊരു വിഷയമാണ്. ഇത്ര XUV കാറ്റഗറിയിലുള്ള ഈ ഒരു വണ്ടി നമ്മൾ ഈ 14 ലക്ഷം രൂപ മുടക്കി എടുക്കുമ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് തീരെ വെട്ടക്കുറവാണ്. നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്കത് ശരിക്കും ഞാൻ ബേസ് മോഡൽ ഈ വണ്ടി എടുത്ത് ഷോറൂമിൽ എടുത്തുകൊണ്ട് വന്ന ശേഷം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. അപ്പം ഞാനത് ഇതിന്റെ സാധാരണ ഹാലജൻ മാറ്റി ഞാൻ LED DRL ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാൻ ആമസോണിൽ മേടിച്ച് ഞാൻ തന്നെ അത് കപ്ലിംഗ് ടു കപ്ലിംഗ് ആണ്, നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. ഞാൻ അതിന്റെ ഒറിജിനൽ ഹാലജൻ ബൾബ് മാറ്റിയിട്ടാണ് LED DRL ഞാൻ ചെയ്തേക്കുന്നത്. വൈറ്റ് ആണ് കാണിക്കുന്നത്, കണ്ടോ, വൈറ്റ്. അപ്പൊ ഇത് നമുക്ക് ദൂരെ നിന്ന് നമുക്ക് നല്ല നമുക്ക് വണ്ടി പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഇതിപ്പോ ഒരു XUV കാറ്റഗറിയിലുള്ള വണ്ടിയാണ്. അപ്പൊ ഇത് പോവുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ആൾട്ടോ ഒക്കെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് നേരത്തെ ഉള്ളത്. എന്ന് വെച്ചാൽ തീരെ വെട്ടക്കുറവാണ്. അപ്പൊ ഇത് വെച്ചതിന് ശേഷം നമുക്ക് നല്ല ദൂരെയുള്ള വിസിബിലിറ്റി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇപ്പം വണ്ടി ഓടിച്ചു പോകാനും പറ്റുന്നുണ്ട്. നമ്മളപ്പം ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിറർ പോളിഷിങ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു 20,000 രൂപയ്ക്ക് മേളിൽ കോസ്റ്റ് വരും നമുക്ക് അത്യാവശ്യം. അപ്പൊ ഞാൻ എന്നെ അറിയാം, ഈ പോളിഷിനെ പറ്റി ഞാൻ യൂട്യൂബിൽ കുറെ വീഡിയോ കണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ലോ ക്വാളിറ്റിയിലുള്ള പോളിഷ് മേടിച്ചിട്ട് ഞാൻ തന്നെ റബ്ബ് ചെയ്തു, ഞാൻ തന്നെ പോളിഷിങ് ഈ വണ്ടിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഈ വണ്ടിയുടെ പെയിന്റിങ് മൊത്തം ഷെയ്ഡായിപ്പോയി. ഇതിപ്പം നമ്മളിപ്പോ എങ്ങനെ നോക്കിയാലും ഈ വണ്ടി ഇപ്പം നിങ്ങൾക്ക് ഇപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല. ഈ വണ്ടി അടുത്ത് വരുവാണെങ്കിൽ ബോണറ്റ് കംപ്ലീറ്റ് ഷെയ്ഡായിപ്പോയി. നിങ്ങളത് കാണിക്കാം. അപ്പം ഈ വണ്ടിയുടെ ഷെയ്ഡ് കണ്ടോ, ഇതിപ്പോ ഞാൻ റബ്ബ് ചെയ്ത് നമ്മൾ തന്നെ പോളിഷ് ചെയ്തപ്പോഴേക്കും ഇത് കംപ്ലീറ്റ് സ്ക്രാച്ച് ആയി. ഇത് മൊത്തം ഇത് കണ്ടോ, ഇതിപ്പോ ഫുള്ള് ഷെയ്ഡായിട്ട് തോന്നിക്കും ഈ വണ്ടി. ഇപ്പൊ കുറച്ചുകൂടെ ക്യാമറ കുറച്ചുകൂടെ കാണിക്കുന്നോണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുണ്ട്, ഈ ഫുള്ള് പെയിന്റ് ഷെയ്ഡായി. അപ്പൊ ഇത് റബ്ബ് ചെയ്യും. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പോളിഷിങ് നമ്മൾ ചെയ്യരുത്. നമ്മൾ ഒന്നെങ്കിൽ ഷോറൂമിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റബ്ബ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഒന്നാമത് ഇതിന്റെ ഈ പെയിന്റ് എന്ന് പറഞ്ഞാൽ തീരെ കട്ടി കുറഞ്ഞ മൃദുലമായിട്ടുള്ള പെയിന്റ് ആണ്. നമ്മൾ ഇതിൽ എന്തെങ്കിലും നമ്മൾ ശക്തിയായിട്ടൊന്ന് ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇത് വണ്ടിയെല്ലാം ഒന്ന് സ്ക്രാച്ച് ആകുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണെങ്കിൽ അവിടെ പെയിന്റ് അതുപോലെ തീരെ കട്ടി കുറഞ്ഞ രീതിയിലുള്ള നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന റബ്ബ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ വ്യത്യാസം വരും, നമ്മളെ മങ്ങിയ പോലെ തോന്നും. ഗ്രാൻഡ് വിറ്റാരയുടെ വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ മാരുതിയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ എനിക്കും അത് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഫസ്റ്റ് സർവീസിന് നമുക്ക് ഏകദേശം ഒരു ഫസ്റ്റ് 2 സർവീസ് ഫ്രീ സർവീസിങ് ആയിരുന്നു. അപ്പൊ ഫുൾ സർവീസിന് നമുക്കിപ്പോൾ 6,000 രൂപ ഈ പ്രാവശ്യമായിരുന്നു. അപ്പൊ മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ നമുക്ക് മെയിൻ്റെനൻസ് അത്യാവശ്യം വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ മോഡൽ വണ്ടിയുടെ ഇന്ത്യയിലാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അപ്പം ഇതിന്റെ മെയിനായിട്ട് പിന്നെ ടെൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. അപ്പം നമ്മൾ ബേസ് മോഡല് ഇപ്പം സിഗ്മ എടുത്താലും ഡെൽറ്റ എടുത്താലും നമ്മൾ ബേസ് മോഡൽ എടുത്താലും എല്ലാം ഈ ടെൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ് ഇതിന്റെ സ്റ്റിയറിംഗ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, ഞാനിത് 2 വർഷം മുമ്പാണ് എടുക്കുന്നത്. ആ സമയത്ത് ഇപ്പം പുതുതായിട്ട് ഇറങ്ങുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ സിഗ്മ മോഡൽ എടുത്താലും ബേസ് മോഡൽ തൊട്ടേ 6 എയർ ബാഗ് വരുന്നുണ്ട്. ഞാൻ ഈ എടുക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് 2 എയർ ബാഗേ ഉള്ളൂ ഈ വണ്ടിക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഈ 2025-ലാണ് ഗ്രാൻഡ് വിറ്റാരയുടെ പുതിയൊരു മുഖം വന്നിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ 6 എയർ ബാഗ് ബേസ് മോഡലിലോട്ടെ വണ്ടിക്കുണ്ട്. ഇപ്പൊ ഏകദേശം വില വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10,000-40,000 രൂപയോളം വണ്ടിക്ക് വില കൂടിയിട്ടുണ്ട് ഏകദേശം നിലവില്. ഇപ്പൊ ഇറങ്ങുന്ന വണ്ടിക്ക് സ്റ്റെപ്പിനി ടയർ ഇല്ല. ഇപ്പം നമ്മളിപ്പം ഗ്രാൻഡ് വിറ്റാര ഇപ്പം നിങ്ങൾ ബേസ് മോഡൽ എടുത്താലും
ടോപ്പ് മോഡൽ എടുത്താലും സ്റ്റെപ്പിൻ ടയർ വരുന്നില്ല. കാരണം വെച്ചാൽ അവരത് കമ്പനി അത് ക്യാൻസൽ ചെയ്തു. അതിന് ശേഷമാണ് ഇപ്പൊ 6 എയർ ബാഗ് കൊടുത്തേക്കുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് ബാക്കിൽ ടയർ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കാതെ വണ്ടി എടുത്തോണ്ട് പോവുകയും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ വണ്ടിക്ക് സ്റ്റെപ്പിൻ ടയർ ഉണ്ട്. ഇപ്പൊ പുതുതായിട്ട് 2025 വരുന്ന ഗ്രാൻഡ് വിറ്റാരയ്ക്ക് സ്റ്റെപ്പിൻ ടയർ ഇല്ല, പകരം 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇന്ത്യയിലെ കാഴ്ചകൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം ഗ്രാൻഡ് വിറ്റാരയുടെ അകത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പൊ ഞാൻ എടുക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് ഈ ടച്ച് സ്ക്രീന് ഇതിപ്പം ഡെൽറ്റ മോഡലാണ്. അപ്പൊ അതിന്റെ 8 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഉണ്ട്. പിന്നെ അതുപോലെ റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഈ ഒരു സംഭവം കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും അടിക്കാതെ വണ്ടി ഓടിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇതിന്റെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതിന്റെ ഇന്ത്യ ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന ഈ സിഗ്മയുടെ തൊട്ട് ബേസ് വേരിയന്റ് ആണ് വണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇതിന്റെ ടോപ്പ് മോഡല് സീറ്റ, ആൽഫ അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ കുറച്ചുകൂടെ ഒരു ഇതിനകത്തൊരു ലെതർ ടൈപ്പ് ആണ് വരുന്നത് ഫിനിഷിങ്. പിന്നെ AC ആണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് AC ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ബേസ് മോഡൽ എടുത്താലും ഇതിന്റെ AC ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഗിയർ നോബ് അതൊരു ചെറിയൊരു പോരായ്മയാണ്. ഗിയർ നോബ് വന്നിട്ട് ഞാൻ ഷോറൂമിൽ പറഞ്ഞു, ഇതിന്റെ ഗിയർ നോബ് നമ്മളൊരു ക്രോം ടൈപ്പിലുള്ള ഒരു സംഭവം ചെയ്യണമെങ്കിൽ ഏകദേശം 500 രൂപ കൊണ്ട് മുടക്കാമായിരുന്നു. ഞാൻ സമയം കണ്ടെത്തി ചെയ്യാൻ വേണ്ടിയാണ്, അത് പോയിട്ടില്ല. ഇതിനു വേണ്ടി ഇനി ഗിയർ നോബ് മാറാൻ വേണ്ടി ഇനി ഷോറൂമിൽ കൊണ്ടുവന്ന് വണ്ടി ഇടണം. പിന്നെ ഈ വണ്ടിയുടെ മറ്റേ AC വെന്റ് ഒക്കെ വന്നിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷ് വരും. അതുപോലെ തന്നെ ഇതിപ്പം ബേസ് വേരിയന്റ് ആയതുകൊണ്ട് ഇത് ഒരു ക്രോം ഫിനിഷിംഗ് ഒന്നും ഇല്ല. അതൊക്കെയാണ് ചെറിയ ചെറിയ പോരായ്മകളാണ് വണ്ടിക്ക്. ഇപ്പൊ ആവറേജ് നമുക്ക് ഈ വണ്ടിക്ക് ഇപ്പം എനിക്ക് കിലോമീറ്റർ വന്നിട്ട് ഏകദേശം ഒരു 15 to 16 അതിൽ കൂടുതൽ മൈലേജ് വണ്ടിക്ക് പ്രതീക്ഷിക്കണ്ട. പിന്നെ വണ്ടിയുടെ സീറ്റ് കവർ ഞാൻ രണ്ടാമത് ചെയ്തതാണ്. ഏകദേശം 13,000 രൂപയോളമായി എനിക്ക് സീറ്റ് കവർ. പിന്നെ ബാക്കിലെ സീറ്റ് കവറും ഒക്കെ കാര്യങ്ങൾ. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല ബാഗിലൊക്കെയാണ് ഇരിക്കുന്നവർക്ക് നല്ലവണ്ണം നല്ല രീതിയിൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വണ്ടി കൊടുത്തിട്ടുണ്ട്, നല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഗ്രാൻഡ് വിറ്റാരയുടെ ബാക്കിലെ സീറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട്, നമുക്ക് കാലൊക്കെ നല്ലോണം നീണ്ടു നിവർന്ന് ഇരിക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ നല്ല ഹൈറ്റ്, നമുക്ക് എത്ര ഹൈറ്റിലാണെങ്കിലും നമുക്ക് നീണ്ടു നിവർന്ന് ഇരിക്കാനുള്ള ഒരു കാര്യങ്ങളും. പിന്നെ ബാഗിലൊരു ബാഗിലൊരു AC വെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രാൻഡ് വിറ്റാര എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം എന്റെ അഭിപ്രായത്തിൽ ഗ്രാൻഡ് വിറ്റാരയുടെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് മോഡലായിരിക്കും എടുക്കുന്ന ഏറ്റവും വാല്യൂ ഫോർ മണി. കാരണം ഞാൻ 13 ലക്ഷം രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ ബാക്കി 1 ലക്ഷം രൂപയുടെ നമ്മൾ അക്സസറീസ് ഷോറൂം ഡിവൈസിൽ 1 ലക്ഷം രൂപയുടെ അക്സസറീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ടോപ്പ് മോഡലിനെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ബേസ് മോഡൽ എടുക്കുന്നതാണ് ഏറ്റവും നമുക്ക് വാല്യൂ ഫോർ മണി. ഒരു ടോപ്പ് മോഡൽ വണ്ടി എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു 6 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പം ഈ ബേസ് മോഡൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് മോഡലിന്റെ വണ്ടിയെ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞാൽ നമുക്കൊരു സിഗ്മ മോഡൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടി എല്ലാ കാര്യങ്ങളും മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒന്നുകിൽ ഷോറൂം ഡിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് അക്സസറീസിലാണെങ്കിലും നമുക്ക് 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മള് ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.